എല്ലാവർക്കും നമസ്കാരം. ഞാൻ വത്സല മുരളി. ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഇഞ്ചിത്തൈരാണ്. ഇഞ്ചിത്തൈര് എല്ലാവരും ഉണ്ടാക്കും, തേങ്ങ അരച്ചൊക്കെ ചിലരുണ്ടാക്കും. ഇത് തേങ്ങ അരയ്ക്കാതെ പെട്ടെന്നുണ്ടാക്കാവുന്ന ഒരു ഇഞ്ചിത്തൈര്. അതിന് വേണ്ടിയിട്ട് ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇഞ്ചിയും പച്ചമുളകും ഉപ്പുകല്ലിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു 2 പച്ചമുളക്, ഒരു ഇച്ചിരി ഉപ്പുകല്ലിട്ട് ഞാൻ ഇതിന് നല്ലതായിട്ട് ഞെരടി കൈകൊണ്ട് ചെരിടണം. സ്പൂൺ വെച്ചൊന്നുമല്ല, കൈകൊണ്ട് നന്നായിട്ട് ഞെരടി ഞാൻ വെച്ചിട്ടൊരു 10-15 മിനിറ്റോളമായി അത് വെച്ചിട്ട്. പിന്നെ തൈര്, അതിനാവശ്യമായ തൈര് എന്തുമാത്രമാണ് ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ ഇഞ്ചിയും പച്ചമുളകും എടുക്കണം. പിന്നെ കടുക് വറക്കാൻ എണ്ണ, കടുക്, മുളക്, ചുവന്നുള്ളി വട്ടത്തിൽ ചെറുതായിട്ട് അരിഞ്ഞത്, കറിവേപ്പില. ഇത്രയാണ് ഇതിൻ്റെ സാധനങ്ങൾ. ഇതെങ്ങനെയാണ് പെട്ടെന്ന് കടുക് വറുത്ത് നമുക്ക് എടുക്കാം. ഇതിന് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ആദ്യം ഇത് ചെറിയ പാത്രമല്ല, നമുക്ക് ഈ പാത്രത്തിന് സൗകര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇത് തൈര് ഒഴിച്ച് നമുക്കൊന്ന് മിക്സാക്കി വെക്കാം. ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. ഉപ്പും ചേർത്താന്ന് പറഞ്ഞല്ലോ ഞാൻ. ഇത് ഇഞ്ചിക്കിച്ചടിക്ക് ഇതാക്കി ഇതങ്ങോട്ട് മാറി അവിടെ ഇരിക്കട്ടെ. നമുക്ക് കടുക് വറക്കാം. വേണ്ടേ, പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാകട്ടെ. ഇത് പെട്ടെന്നുണ്ടാക്കാവുന്നതായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാം. കടുകിടാം. കടുക് പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. ഉണക്കമുളക് നമുക്കിങ്ങനെ മുറിച്ചിട്ട് കൊടുക്കാം. ഈ ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ചുവന്നുള്ളി ഒന്ന് മൂത്ത് വരണം. ചിലർ തൈര് ചേർത്ത സാധനങ്ങൾക്ക് കടുവും മുളകും മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ചുവന്നുള്ളി ഇട്ടാൽ നമ്മുടെ ശരീരത്തിനും അത് ഗുണമാണ്. നമുക്കൊരു രുചിയുണ്ട്, നല്ല മണവുമായിരിക്കും കറി എടുക്കുമ്പം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചുവന്നുള്ളി ചേർക്കുന്നത്. പണ്ടുകാലങ്ങളിൽ എല്ലാവരും ഇങ്ങനെ വെക്കുന്നത്. ഇപ്പം എല്ലാവരും എളുപ്പത്തിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയൊന്നും ചേർക്കത്തില്ല. പക്ഷെ ഞാൻ ചുവന്നുള്ളി ചേർക്കും. നമുക്ക് ചുവന്നുള്ളി ചേർത്ത് നിങ്ങളൊന്ന് വെച്ച് നോക്കണം. അപ്പം അറിയാതെ രുചിയുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇതൊന്ന് മൂക്കട്ടെ. ഇതുണ്ട്, ചുവന്നുള്ളി മൂത്തിട്ടുണ്ട്. നമുക്കിനി ഇതേ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നേരത്തെ ഇട്ട് കൊടുത്താൽ അതിൻ്റെ ആ പച്ചപ്പും ഒക്കെ ഒത്തിരി കരിഞ്ഞു പോകും. അതുകൊണ്ട് അത്രയും കരിയണ്ട. നമുക്കിതിന് തൈരിനകത്ത് ഇടുമ്പോൾ അതിനൊരു മണവും രുചിയൊക്കെ വേണമെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുക്കണം കറിവേപ്പില. അപ്പം കറിവേപ്പില മൂത്തിട്ടുണ്ട്. നമുക്ക് തൈരിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മുടെ തൈരിനകത്തോട്ട് നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കും. അങ്ങനെ നമ്മുടെ വയറിനും ശരീരത്തിനും ഒക്കെ ഗുണപ്രദമായ ഇഞ്ചിത്തൈര്, പെട്ടെന്നുണ്ടാക്കാവുന്ന ഇഞ്ചിത്തൈര് റെഡി. നിങ്ങളും ഒന്ന് ഉണ്ടാക്കി നോക്കൂ.